ആരാധനയ്ക്കായി പ്രാർത്ഥിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രഭാത ആരാധനയിൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ധാരാളമായ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകർന്നു നൽകി ഈ ആരാധനയ്ക്കായി ഞങ്ങളെ ഏവരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഉറച്ച നിലവിളിയോട് അടുത്തു വരുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ, പ്രവർത്തനങ്ങളെ, ജീവിതത്തെ, ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് ദർശനമുള്ളവരും ദൈവകൃപ പ്രാപിക്കുന്നവരുമായിരിക്കാൻ ഈ ആരാധനയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന ഞങ്ങൾക്ക് സൗഖ്യത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും ദൈവത്തിലുള്ള പ്രത്യാശയ്ക്കും മുഖാന്തരമാക്കി തീർക്കണമേ. ഈ ശുശ്രൂഷയിൽ വിവിധ രീതിയിൽ സഹായിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാട്ടുകൾ ആലപിക്കുന്ന ഗായക സംഘം, ബൈബിൾ റീഡിംഗ് നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ലൈവ് സ്ട്രീമിൽ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. ശുശ്രൂഷയിൽ തിരുസാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നു നൽകി ഞങ്ങളെ വഴി നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 28-ാമത്തെ ഗീതം, ക്രിസ്ത്യൻ ഹിം നമ്പർ 28, 28-ാമത്തെ ഗീതം. Should
പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്നേക്കും തന്നെ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ സ്തുതി. തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാവുന്നു. ആമേൻ. ദൈവമായ കർത്താവേ ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നവയുമായ നിന്റെ രശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായേ നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. എന്റെ പാപങ്ങളെ ഏറ്റുപറയാം. എന്റെ താപത്തിന്റെ സങ്കീർത്തനം പ്രതിവാക്യമായി ചൊല്ലാം. പേജ് നമ്പർ 4. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ന്യായത്തിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ സോപ്പ കൊണ്ട് എന്റെ മേൽ തളിക്കണമേ. ഞാൻ നിർമ്മലനാകും. അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എന്റെ പാപങ്ങളിൽ നിന്നും നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായുള്ള ഒരാത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധി എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധ റൂഹായെ എന്നിൽ എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുവാനൊന്നും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അനുതാപ പ്രാർത്ഥനകളിൽ മൂന്നാമത്തെ പ്രാർത്ഥന പേജ് 8, പേജ് നമ്പർ 8. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളിൽ ജീവശ്വാസമൂതിയ സൃഷ്ടാവേ, പരിശുദ്ധ താല്പര്യങ്ങളെയും ചിന്തകളെയും ഞങ്ങളിൽ പുലർത്തിയ പ്രിയനാഥ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ബഹുവിധ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്തും ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിച്ചു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രയത്നങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് അപ്രത്യക്ഷവും നിത്യവുമായ യാഥാർത്ഥ്യങ്ങളെ കണ്ട് ഗ്രഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ വെറുത്തേച്ചു പറഞ്ഞ പാപങ്ങൾ ഞങ്ങളുടെ മേലിനി അധികാരം നടത്തുകയില്ല.
എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർക്കുള്ള ഭാഗ്യാവസ്ഥ ഞങ്ങൾ അനുഭവിച്ച് നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള പുണ്യവാന്മാരോടും പുണ്യവതികളോടും കൂടെ നിത്യമോഷാനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ നിമിത്തം ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചുകൊള്ളുന്നു. ആമേൻ. പേജ് നമ്പർ 10, 10ാമത്തെ പേജ് 10. പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധിയിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ ആധിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞെരുങ്ങിയിരിക്കുന്നവരായ ഞങ്ങൾ നിന്റെ വാതിലിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാതനകൾ നൽകണമേ. കുറ്റം ചെയ്തു പോയവർ തിരിഞ്ഞ് സങ്കടത്തോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹം നൽകുന്നവനാകയാൽ കരുണാപൂർണനായ യേശു മിശിഹായേ, ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്ന് തരണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിപ്പീൻ, ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീൻ, ഞാൻ തുറക്കുമെന്നും ചോദിപ്പീൻ, ഞാൻ തരുമെന്നും അരുളി ചെയ്തവന് സ്തുതി. മേലുള്ളവരുടെ ഉടയവനും താഴെയുള്ളവരുടെ ശരണവുമായ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. കന്യക മറിയാമിന്റെ ഗീതം. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. കണ്ടാൽ ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന്. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എങ്കൽ പ്രവർത്തിച്ചു. അവന്റെ നാമം പരിശുദ്ധവും ആകുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ തന്റെ കരുണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകും. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് താണവരെ ഉയർത്തി. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും അബ്രാഹാമിനോടും അവന്റെ സന്തതിയോടുമായി നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത പ്രകാരം എന്നേക്കും തന്നെ കരുണ ഓർക്കുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. സാരാംശത്തിൽ ഏകമായിരിക്കുന്ന ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന 3 ആളത്തങ്ങൾ ഉള്ളവനുമായി സത്യദൈവമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. 150-ാം സങ്കീർത്തനം, പേജ് 15, പേജ് നമ്പർ 15, പേജ് 15, Psalm 150. പ്രതിവാക്യമായി ചൊല്ലാം. കർത്താവിനെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവന്റെ ശക്തിയുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വല്ലഭത്വ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവന്റെ ശ്രേഷ്ഠതയുടെ ബഹുലത പ്രകാരം അവനെ കാഹള ശബ്ദം കൊണ്ട് അവനെ സ്തുതിപ്പീൻ. നന്ദുനികൾ കൊണ്ടും കിന്നരങ്ങൾ കൊണ്ടും അവനെ സ്തുതിപ്പീൻ. തപ്പുകൾ കൊണ്ടും ചതുരത്തപ്പുകൾ കൊണ്ടും അവനെ സ്തുതിപ്പീൻ. ഇമ്പമുള്ള വീണകൾ കൊണ്ടും നാദമുള്ള കൈത്താളങ്ങൾ കൊണ്ടും അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദത്താലും ആർപ്പു വിളിയാലും അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ത്രിത്വത്തിന് സ്തുതി, ത്രിത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദ്യവും അന്തവുമില്ലാത്തതുമായ ത്രിത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. പേജ് നമ്പർ 18, 18ാമത്തെ പേജ്. മാലാഖമാരുടെ സ്തുതി, പേജ് 18. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും സ്തുതിക്കുന്നു. എല്ലാ കാലവും എല്ലാ സമയവും ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി
സ്വർഗീയ രാജാവായി സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ അർപ്പിക്കുകയും നിന്റെ മഹത്വത്തിന് ശ്രേഷ്ഠത നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധരൂഹായോടുകൂടെ യേശുമിശിഹായ ഏകപുത്രനായ ദൈവമേ, പിതാവിന്റെ പുത്രനവും വചനവും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടും ആയ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്നവനെ, നിന്റെ ചെവി ചായിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. എന്റെ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനെ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധരൂഹായോടുകൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു. ആമേൻ. പേജ് നമ്പർ 20, 20-ാം പേജിലുള്ള ഗീതം, 1-ാമത്തെ ചരണം, പേജ് 20. സർവേശ്വരനാം കർത്താവേ, പിതാക്കൾ കൂടയോനേ, ഊർവിലടിയാൻ ജീവിക്കും നാളെല്ലാം നിന്റെ തിരുനാമത്തെ എന്നേക്കും സ്തുതിക്കും. പരനേ നിന്നെ എന്നേക്കും വാഴ്ത്തും. തിരുനാമത്തെ കൊണ്ടാടി എന്നേക്കും മഹത്വത്തോടെ പ്രാബല്യം പാടിയിടും ഞങ്ങൾ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ 1-ാമത്തെ പാഠം വായിക്കാം. 1-ാമത്തെ പാഠത്തെ തുടർന്ന് ക്രിസ്തീയ കീർത്തനങ്ങളിൽ 171-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ആലപിക്കാം. തുടർന്ന് 2-ാമത്തെ പാഠം വായിക്കുകയും ചെയ്യാം. 1-ാമത്തെ പാഠത്തെ തുടർന്ന് ക്രിസ്തീയ കീർത്തനങ്ങൾ 171-ാമത്തെ ഗീതം, തുടർന്ന് 2-ാമത്തെ പാഠഭാഗവും വായിക്കാവുന്നതാണ്. ഒന്നാം പാഠം മീഖ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മൈഖ ചാപ്റ്റർ 4 വേഴ്സസ് 1 to 7. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്കും ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിയുടെ നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ
എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്തി നടക്കുന്നവനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ 1-ാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠമായി യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 John chapter 5 verses 1 to 12. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതെല്ലാം ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ
ഭാരമുള്ളവയല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവൻ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവനെ ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകയാൽ അവനെ സത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവൻ ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവൻ ജീവനില്ല. ഇങ്ങനെ 1ഉം 2ഉം പാഠങ്ങൾ അവസാനിച്ചു. പരിശുദ്ധാത്മാവിനോടുള്ള അപേക്ഷകളിൽ മൂന്നാമത്തെ പ്രാർത്ഥന 23-ാം പുറം, പേജ് നമ്പർ 23. സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നവനും പരിശുദ്ധനും വിശുദ്ധിയുള്ളവരോട് അനുകൂലനും പാപങ്ങളെ ക്ഷമിക്കുന്നവനുമായ കർത്താവേ, തിരുസന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാകുന്നുവെന്നും നിങ്ങളിലേക്ക് അടുത്തു വരുവാനും നിന്റെ കർത്തൃത്വത്തിന്റെ മഹാസന്നിധിയിൽ വായ് തുറപ്പാനും ഞങ്ങൾക്ക് ധൈര്യമില്ലെന്നും നീ അറിയുന്നുവല്ലോ. ഇത് നിമിത്തമായി തിരുഹിതം പോലെ നിന്നെ വന്നിപ്പാ നിന്റെ കരുണകളുടെ ആധിക്യം കൊണ്ട് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. താഴ്മയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവം നീയാകയാൽ ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിച്ച് ഈ സമയത്ത് അനുഗ്രഹങ്ങളും കൃപയും കണ്ടെത്തുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായാൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് നിനക്ക് ഇഷ്ടമുള്ളവരായിരിക്കാൻ വിശുദ്ധ സ്നേഹന്മാർക്ക് നീ അയച്ച പ്രകാരം നിന്റെ വിശുദ്ധിയുടെ ഔന്നത്യത്തിൽ നിന്ന് അവന്റെ ശക്തിയെ ഞങ്ങൾക്കും അയച്ചു തരണമേ. കർത്താവേ, നീ തിരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആത്മാക്കളുടെ പുണ്യവും പ്രത്യാശയും ശരണവും കണ്ണുകൾക്ക് പ്രകാശവും ജീവന്റെ ഉടയവനും നീയാകയാൽ കുറ്റമറ്റ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരും ഏക ശരീരമായിരിക്കാനും നിന്റെ ഇഷ്ടന്മാരായ പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾക്ക് ഓഹരി ലഭിപ്പാനും നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപയാൽ ഞങ്ങളെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധി പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ബഹുമാനവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആമേൻ. 27-ാം പുറത്തുള്ള അപേക്ഷ. സകലത്തിന്റെയും ഉടയവനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ എന്നെ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചു കൊള്ളണമേ. കർത്താവേ, ഞങ്ങൾ ശരണം നിന്നിൽ മാത്രമാകയാൽ നിന്റെ പ്രീതിവാത്സല്യവും മാതൃകരുണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ കൃപയുള്ള കർത്താവാകയാൽ നിന്റെ പ്രമാണങ്ങളെ വഴി ഞങ്ങളെ പഠിപ്പിച്ചതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആമേൻ. മൂന്നാം ഞായറാഴ്ചയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ പുറം 38, പേജ് നമ്പർ 38. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമല്ല എപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മഹത്തായ ശ്ലീബായുടെ ബലത്താൽ തിരുസഭയെ വീണ്ടെടുക്കുകയും രക്ഷാകരമായ ഉയരത്തിനേൽപ്പിന് സ്വന്തം അവകാശമായ ആട്ടിൻകൂട്ടത്തെ സന്തോഷിപ്പിക്കുകയും വിശുദ്ധ സമാധാനത്താൽ ശിഷ്യന്മാരെ സമാധാനപ്പെടുത്തുകയും മഹത്വ ദർശനത്താൽ സ്നേഹന്മാരെ ഉറപ്പിക്കുകയും ചെയ്ത രക്ഷിതാവായ മശിഹാ തമ്പുരാന്റെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും
വന്ദനവും യോഗ്യമായിരിക്കുന്നു, ആദിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സാക്ഷാൽ തേജസ്വരൂപനായ ദൈവമേ, നിന്റെ പ്രത്യക്ഷതയാ സൃഷ്ടിയെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ വരവിനാൽ മരണമുള്ളവരായ ഞങ്ങളെ നീ രക്ഷിച്ചു. അദൃശ്യനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുവാനും ജീവിപ്പിക്കുവാനുമായി തത്വഭേദം വരാതെ നീ മനുഷ്യനായി അവതരിച്ചു. നിന്റെ മുഖശോഭയാൽ മരണനിഴലിൽ താഴ്വരെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ കബറടക്കത്താൽ ഞങ്ങളുടെ കബറടക്കം നീ പ്രത്യാശപൂർണമാക്കി തീർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളെ നീ ജീവിപ്പിച്ചു. നിന്റെ ജയത്താൽ ഞങ്ങളെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. നിന്റെ മഹാത്മ്യത്താൽ ഞങ്ങളുടെ ബലഹീനത നീ നീക്കി തന്നു. ആകയാൽ ഞങ്ങളെ മഷിഹാതമ്പുരാനെ, ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ സാധിച്ചു തന്നിട്ടുള്ള വിവിധ സഹായങ്ങൾ നിമിത്തം സ്തുതിയുടെ ശബ്ദമുയർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന ദൃശ്യവും അദൃശ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് രക്ഷിക്കണമേ. രക്ഷയുടെ ശ്രേഷ്ഠമായ പരിചയം ഞങ്ങൾക്ക് നൽകണമേ. കരുണയും സഹായങ്ങളും നിറഞ്ഞിരിക്കുന്ന നിന്റെ ബലമുള്ള വലങ്കയ്യാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിനക്ക് പ്രസാദകരമായ വിശുദ്ധിയുള്ള അവസ്ഥാനത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്യണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരേറ്റും, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. ഗാഗുൽത്തായുടെ മുകളിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും ക്രൂശിലെ മരണത്താൽ ലോകത്തിന്റെ അകൃത്യത്തെ പരിഹരിക്കുകയും ചെയ്ത പാപപരിഹാര ബലിയും നിരപ്പുണ്ടാക്കുന്ന ധൂപവുമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. നിന്റെ ബഹുമാനത്തിന്റെ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളെ കുറ്റങ്ങൾ ക്ഷമയും പാപങ്ങൾക്ക് മോചനം നൽകണമേ. നിന്റെ നാമമഹത്വത്തിന് ഉതകത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതം ശക്തിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. മാർയാക്കോബിന്റെ അപേക്ഷ 41. മാർയാക്കോബിന്റെ അപേക്ഷ. മഹത്വകരമായ ഉയർത്തനേൽപ്പ് കൊണ്ട് തിരുസഭയെ വഴിതെറ്റിൽ നിന്ന് രക്ഷിച്ചവനായ ദേവപുത്ര, നിന്റെ സമാധാനം നൽകി പ്രകാശത്തിന്റെ സ്ലീബ കൊണ്ട് അതിലെ സന്താനങ്ങളെ കാത്തുകൊള്ളണമേ. മരണത്തെ കീഴ്പ്പെടുത്തിയ ശക്തിമാനവൻ ക്രൂശിൽ ഇറങ്ങിയ ശേഷം 3-ാം ദിവസം ഉറക്കമുണർന്ന് ഉയർത്തുന്നേറ്റു. താൻ 3 ദിവസം കബറിൽ വസിച്ച ശേഷം തന്റെ ഭാരം നീങ്ങിപ്പോയി. കഷ്ടത അനുഭവിച്ചവർ ദൈവശക്തിയാൽ നാശം കാണാതെ ഉണരുകയും ചെയ്തു. മഹാശക്തിയോട് പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവിന്റെ മഹത്വം, മനസ്സോടെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പുത്രന് വന്ദനം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആഘോഷപൂർവ്വം തന്നെ ബഹുമാനിച്ച റൂഹായ്ക്ക് സ്തോത്രം. തൃത്വമായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, നിനക്ക് സ്തുതി. സ്വർലോകരെയും ഭൂലോകരെയും സമാധാനപ്പെടുത്തിയ സമാധാനമായുള്ളവേ, നിന്റെ തിരുസഭയെ സമാധാനപ്പെടുത്തി പ്രകാശത്തിന്റെ സ്ലീബ കൊണ്ട് അതിലെ സന്താനങ്ങളെ കാത്തുകൊള്ളണമേ. 33-ാം പുറത്തുള്ള ഗീതം. 33-ാം പുറം. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ തിരുനാമം എന്നേക്കും മധുവാഴ്വുള്ളതാകുന്നു. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ ബഹുമാനം എന്നേക്കും മധുവാഴ്വുള്ളതാകുന്നു. പരിശുദ്ധൻ മഹിമാവാൻ പ്രിയേ ദൈവമേ, അനുഗ്രഹം ഞങ്ങളിൽ നീ ചൊരിയേ നമ്മെപ്പോഴും. പരിശുദ്ധൻ മഹിമാവാൻ പ്രിയേ ദൈവമേ, ദയാൽ അനുഗ്രഹം നീ ചൊരിഞ്ഞിടണമേ. എന്നേക്കും നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, മഹിമ
വാനേത്യം എന്നും നീ സ്തുത്യൻ പരിശുദ്ധനാഥ തിരുനാമമെന്നേക്കും വാഴ്വുള്ളതാകുന്നു. എൻ കർത്താവേ സ്തുതിതേ സ്തുതിയൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതിതേ വാദിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടുന്നവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ശുശ്രൂഷത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും പ്രതാപവും. ആമേൻ. രണ്ടാം ഭാഗം ശുശ്രൂഷ പുറം 51, പേജ് നമ്പർ 51. ഗാഗുൽത്തായുടെ ഉയരത്തിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും അതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്ത കർത്താവേ, ഈ സമയത്ത് നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ അടിയാരായ ഞങ്ങളെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കണമേ. സ്നേഹവും സമാധാനം ഐക്യമത്യവും ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ മഹത്വമുള്ള ഉയരത്തിനേൽപ്പിനും നിന്റെ വലത്തു ഭാഗത്തുമുള്ള നിലയ്ക്കും ഞങ്ങളെ ഈ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ആദിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. 63 മസ്മൂർ. ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു, നിനക്കായി ഞാൻ നോക്കി പാർക്കും. ദാഹിച്ചു വലഞ്ഞ വെള്ളത്തിനായി കാക്ഷിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് അതിനെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ദേഹവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യത്തോടെ നിന്നെ ഞാൻ നോക്കി. എന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഇപ്രകാരം ഞാൻ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവും മജ്ജയും മേധസ്സും കൊണ്ടതുപോലെ പുഷ്ടിയുള്ളതായി എന്റെ വായുസ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ കീർത്തിക്കും. എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രി തോറും നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്നാൽ നീ എനിക്ക് സഹായകനായി തീർന്നു. നിന്റെ ചെറുകളുടെ കീഴിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടരുന്നു. നിന്റെ വലം കൈയിനെ താങ്ങുകയും ചെയ്തു. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. ഭാരിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. കർത്താവേ, അഗ്നിമന്മാരും ആത്മന്മാരുമായ കൂട്ടങ്ങൾ ഉന്നതങ്ങളിൽ നിന്നെ സ്തുതിക്കുന്നു. അവരോട് കൂടെ ഞങ്ങളും മാപ്പ് ചൊല്ലുന്നു. മശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ദൈവത്വത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തുന്നേൽപ്പിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. മശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ നിന്റെ ഉയർത്തുന്നേൽപ്പിനാ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. മശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. കർത്താവേ, നീ എഴുന്നള്ളി വെളിതെറ്റിൽ നിന്ന് ഞങ്ങളെ സഭയെ രക്ഷിച്ചതുകൊണ്ട് സഭയും അതിന്റെ സകല സന്താനങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തുന്നേൽപ്പിനെ വന്ദിക്കുന്നു. മശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവങ്കേലിയോസിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ വാഴ്ത്തപ്പെടുന്നതാകുന്നു. ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ ഉയർത്തുന്നേൽപ്പിന് ശേഷം ഇപ്രകാരം സംഭവിച്ചു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി.
അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അതവൻ വാങ്ങി അവർ കാണുകയെ തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണമെന്ന് ഉള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കാം. തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അസാധ്യമെന്നെന്നും ലോകരെല്ലാം വഴികൾ ഒന്നൊന്നായി അടഞ്ഞിടുന്നു. അസാധ്യമായവ സാധ്യമാക്കും പ്രാർത്ഥനയല്ലോ എന്ന ഭയം. വരുന്നു ഞാൻ തിരുസവിധേ, നിറയ്ക്കണേ എന്നിൽ നിന്റെ ഹിതം. തരുന്നു ഞാൻ എന്നെ മുറ്റും, വളർത്തണേ എന്നിൽ നിന്റെ ഭാവം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ദൈവം നമുക്ക് ദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാഴ്ചക്കാലം നമ്മളെ ക്ഷമത്തോട് കാത്തൊരുപാലിച്ച ദൈവത്തിന് മുൻപാകെ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മൾ കടന്നുപോയ വേദനകളുടെയും നമ്മൾ കടന്നുപോയ സങ്കടങ്ങളുടെയും മധ്യത്തിൽ, നമ്മൾ കടന്നുപോയ കണ്ണുനീരിന്റെയും ആകുലതകളുടെയും ഭയത്തിന്റെയും ഒക്കെ മധ്യത്തിൽ തമ്പുരാൻ അവിടുത്തെ ഉള്ളംകൈയിൽ നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്തതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് അനേകർ നമ്മുടെ ചുറ്റുപാടുകളിൽ വേദനയുടെയും പ്രയാസങ്ങളുടെയും ഭീതിയുടെയും രോഗങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമക്കളെ ഒക്കെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ നിയോഗം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകി കൊടുക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളെയും നമുക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. COVID-19 മഹാമാരിയുടെ പ്രയാസങ്ങളുടെ ഒക്കെയും ലോകമൊക്കെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും മരിക്കുന്നവരുടെ എണ്ണം ഒക്കെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പോസിറ്റീവായ രോഗത്തിന്റെ അടിമകളായിത്തീരുന്ന പ്രിയപ്പെട്ടവരുടെ എണ്ണം ഒക്കെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യവും സമാധാനം ആശ്വാസവും കർത്താവിന്റെ മക്കൾക്ക് നൽകി കൊടുക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ക്വാറന്റൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നവർക്കായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സമാധാനത്തിനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സസ്മാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അത്യാവശ്യമായ ശുശ്രൂഷകൾക്ക് നൽകി തരുന്ന എല്ലാ ഗവൺമെന്റ് ഏജൻസീസിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയമക്കൾക്കും സൗഖ്യവും സമാധാനവും ആരോഗ്യമൊക്കെയും തമ്പുരാൻ നൽകി കൊടുക്കണമേ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ പ്രിയമക്കളോട് കൂടെ ഓരോ നാളും ഉണ്ടാകേണ്ടത് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെ, സ്റ്റേറ്റ് ഗവൺമെന്റിനെ, സിറ്റി തലത്തിലുള്ള നമുക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബുദ്ധിയും വിവേകവും നമുക്കൊക്കെ നൽകി കൊടുക്കണമേ. ഒത്തൊരുമിച്ച് ചേർന്ന് പ്രവർത്തിപ്പാൻ തക്കോണം ഈ നാളുകളിൽ പ്രിയമക്കളെ കർത്താവ് അവിടെ സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് മൈഗ്രന്റ് ലേബേഴ്സിനെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം.
വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ ദയനീയമായ ചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നു. കിലോമീറ്ററുകൾ നടന്നു വീട്ടിലേക്ക് മടങ്ങി പോകേണ്ട സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നു. ആഹാരമില്ലാതെ വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ സമാധാനത്തിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അവന്റെ ആശ്വാസത്തിനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഗോള ക്രൈസ്തവ സഭയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാർത്തോമ സഭയ്ക്കായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിമാരെ, പട്ടത്ത സമൂഹത്തെ, സുവിശേഷകരെ, വിശ്വാസ സമൂഹത്തേക്ക് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ഏറ്റവും മാതൃകയുള്ള സമൂഹമായി തീരുവാൻ തക്കോണം കർത്താവെ ഞങ്ങളുടെ സഭയെ അവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. എല്ലാവരുടെയും ആവശ്യങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, അങ്ങനെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാരീരികമായ പ്രയാസങ്ങളുടെ നാളുകളിൽ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സുനിലച്ചന്റെ പിതാവിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ സൗഖ്യമോടൊന്ന് നൽകിയോടൊന്ന് അനുഗ്രഹിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അശ്വസകരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിനായ ദൈവത്തോട് അപേക്ഷിക്കാം. അങ്ങനെ രോഗക്കിടക്കയിലായിരിക്കുന്ന, ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ തനിച്ച് താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലായിരിക്കുന്ന നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും തമ്പുരാന്റെ കരങ്ങളിൽ അവിടുന്ന് കാക്കണമേ, അവിടുന്ന് പരിപാലിക്കണമേ, ആവശ്യങ്ങൾ അവിടുന്ന് കൂടിയിരിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഭവനങ്ങളിൽ തനിച്ച് താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ എല്ലാവരും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചൊരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിലുള്ള പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിബിന്മാരുടെയും സ്ലീഹന്മാരുടെയും വിശ്വാസത്തിന്റെ പാറമേൽ ഞങ്ങളുടെ അടിസ്ഥാനത്തെ സ്ഥിരപ്പെടുത്തണമേ. വിശുദ്ധ സഭയുടെ കൊൺകല്ലായ ഞങ്ങളുടെ രക്ഷിതാവേശുമശിഹയാകുന്ന ശോധന ചെയ്യപ്പെട്ട കല്ലിന്മേൽ ഞങ്ങളെ പണി ചെയ്യണമേ. ബാരിക്കുമോ ദൈവമേ, ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരുടെ മേലും പട്ടക്കാരുടെ മേലും ഷമാഷന്മാരുടെ മേലും അവരെ പരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളിൽ മേലും നിന്റെ കരുണകൾ നീ ചിന്തുമാറാക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ മഹത്വത്തിനായ സത്യോപദേശം അവർ നിലനിർത്തുവാൻ നിന്റെ ജീവന്റെ മഞ്ഞ് അവരുടെ മേൽ തളിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടി, പ്രത്യേകമായ ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും വിവേകവും നന്മ ചെയ്യുന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കുമേ പിതാവ് ജനിച്ചനും പ്രകാശവും സത്യദേവവും ജനിച്ചനും സൃഷ്ടിയില്ലാത്തനും തത്വപിതാവുമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ മനുഷ്യനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് തിരുപ്രകാരം ഒന്നാമേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പിതാവ് വലത്തുഭാഗത്തിരിക്കുന്നവരും അവസാനമില്ലാത്തവരും ജീവിച്ചതിനെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനുമായ യേശുമശിഹായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനെ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്നിപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും ഏകവിശുദ്ധസഭയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ എഴുത്തിനും വരുവാനുള്ള ലോകത്തിലെ പുതുജീവിതം ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആരാധനയിൽ ഇന്ന് സംബന്ധിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ധ്യാനത്തിനായി സഭയായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം
24 അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. St. Luke chapter 24 verses 36 to 39. St. Luke chapter 24 verses 36 to 49. ഇതിന്റെ ഒടുവിലത്തെ ചില വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. 46 onwards, 46-ാമത്തെ വാക്യം മുതൽ. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പി എന്ന് അവരോട് പറഞ്ഞു. നൽകപ്പെട്ടിരിക്കുന്ന ധ്യാന വിഷയം മിഷൻ ആസ് ഷെയറിംഗ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന സുവിശേഷ ദൗത്യം. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്ന് സഭയായി നൽകിയിരിക്കുന്ന ധ്യാന ചിന്ത. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ സുവിശേഷ ദൗത്യം ഞങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഉള്ള തിരിച്ചറിവിലൂടെ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലും ഞങ്ങൾ കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഇടങ്ങളിലും സുവിശേഷം അറിയിക്കുവാൻ, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങളുടെ വാക്കിനാലും പ്രവൃത്തിയാലും ജീവിതത്താലും അത് അനുഗ്രഹപ്രദമായി നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങിൽ പരിപൂർണമായി ആശ്രയിച്ച് ഞങ്ങളുടെ ശുശ്രൂഷ നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഭവനത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ സുവിശേഷകരാകുന്നുവെന്നും അത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ അർത്ഥവത്തായ സാക്ഷി ജീവിതം നയിക്കുന്നവരായിരിക്കാൻ മാതാപിതാക്കളെ സഹായിക്കണമേ. സാമൂഹ്യ ജീവിയായി ഞങ്ങൾ ആയിരിക്കുമ്പോൾ സമൂഹത്തിൽ അർത്ഥവത്തായ സുവിശേഷ ദൗത്യമുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനുള്ള ദൗത്യം ഞങ്ങളിൽ എല്ലാവരിലും വിവിധ തരങ്ങളിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിൽ ഞങ്ങളിൽ കുറഞ്ഞു പോകുന്ന സുവിശേഷത്തിന്റെ ദൗത്യത്തെക്കുറിച്ചുള്ള എരിവും കുറഞ്ഞു പോകുന്ന സമർപ്പണവും ഞങ്ങൾ നിന്ന് അകറ്റിക്കളഞ്ഞ് സുവിശേഷത്തിൽ തീഷ്ണതയുള്ളവരായി വളരുവാനും അപ്രകാരം ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന ഈ കാലയളവിൽ രോഗത്താൽ കഴിയുന്നതായ ഞങ്ങളുടെ ജനതയെ, രാജ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ വാക്കുകൊണ്ട്, തൻ്റെ ശക്തിയാൽ ഈ മഹാമാരിയെ ദേശത്തു നിന്ന് തുടച്ചു നീക്കുകയും സൗഖ്യവും സമാധാനവും ഞങ്ങൾക്ക് തരികയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന സുവിശേഷ ദൗത്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വിവിധ സന്ദർഭങ്ങളിൽ പ്രത്യക്ഷമായി യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശം അവരിൽ നൽകി അവരെ ഉറപ്പിക്കുകയാണ്, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഈ വലിയ ചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കത്തക്കവണ്ണം, ചിന്തകളിലേക്ക് കൊടുക്കത്തക്കവണ്ണം, തുടർന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി സുവിശേഷം അറിയിക്കുവാനുള്ള നിയോഗം അവർ നൽകുന്നതിനു വേണ്ടി ക്രിസ്തു അവരെ ഒരുക്കുന്നതായ വേദഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചത്, ധ്യാനിച്ചത്. ഈ വേദഭാഗത്തു നിന്ന് 3 ചിന്തകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, റിസറക്ഷൻ. സുവിശേഷ ദൗത്യം ഫലകരമായി നിർവഹിപ്പാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് അനിവാര്യമാണ് എന്ന് പറയുന്നു. 3 important factors to share Christ with others. ഒന്ന്, റിസറക്ഷൻ.
യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കണം. 2, റെവലേഷൻ, വെളിപ്പെടുത്തി കിട്ടിയതായ ദൈവവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകപ്പെട്ടിരിക്കുന്നവ വിശ്വസിക്കണം. 3, റീജനറേഷൻ അഥവാ റിന്യൂവൽ, പുതുക്കം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പുതുക്കം പ്രാപിക്കണം ഈ ശുശ്രൂഷ നമുക്ക് ഈ നാളുകളിൽ നിർവഹിപ്പാൻ. അതുകൊണ്ട് ശിഷ്യന്മാരോട് ഒന്നാമതായി യേശു പറയുന്നത് തന്റെ പ്രത്യക്ഷത നൽകിക്കൊണ്ടാണ്. ഹി അപ്പിയർഡ് ടു ദം എന്നുള്ളതാണ്. അവരെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരുക്കുകയാണ്. അതാണ് ഒന്നാമതായി ഈ വേദഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത റിസറക്ഷൻ എന്നുള്ളതാണ്. ബറി യുവർ ഡൗട്ട്സ് ആൻഡ് ലീവ് ഇൻ ദ ലിവിങ് ക്രൈസ്റ്റ്. ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ ശിഷ്യന്മാർ ഇങ്ങനെ സംശയത്തിൽ പോവുകയാണ്. അവരെ ഒരു മുറിയിൽ ഒളിച്ചിരിക്കുന്നു, ഭയന്ന്. പിന്നീട് തിബിരിയാസിന്റെ കടൽക്കരയിൽ അവരെ കാണാം. അവർ ജെറുസലേമിൽ പാർക്കാൻ പറഞ്ഞു. അവർ എമ്മോസിലേക്ക് പോകുന്നു. അപ്പോൾ സുവിശേഷ ദൗത്യം മറന്ന ഈ ശിഷ്യന്മാരെ തന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും തന്റെ പ്രത്യക്ഷത കൊണ്ടും ഈ ശിഷ്യന്മാരെ മടക്കി വിളിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ, ഈ 24-ാം അധ്യായം വായിക്കുമ്പോൾ 36 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ കണ്ടപ്പോൾ അവർക്കൊരു ഭൂതം എന്ന രീതിയിലാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. യേശുവിനെ അവർ മനസ്സിലാക്കിയത് ഒരു പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്നുള്ള ആഴമായ സംശയം അവരിൽ ഉണ്ടായപ്പോൾ ഈ ഉയർപ്പിലൂടെ പറയുകയാണ്, ബറി യുവർ ഡൗട്ട്സ്. നീ അടക്കം ചെയ്യേണ്ടത് നിന്റെ സംശയങ്ങളെയാണ്. സംശയം വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കാതെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട് നിങ്ങൾ കഴിയുകയില്ല. അതെനിക്ക് നിങ്ങൾക്കും ഒരുപോലെ പ്രസ്താവ്യമായ വിഷയമാണ്. ബറിയൽ ഓഫ് ഡൗട്ട്സ് ആൻഡ് റിസറക്ഷൻ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ അവിശ്വാസത്തെ നമ്മൾ അടക്കം ചെയ്യുകയും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പീസ് ചൈൽഡ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട്. ഡോൺ റിച്ചാർഡ്സൺ എന്ന് പറയുന്ന കനേഡിയൻ ക്രിസ്ത്യൻ മിഷണറിയുടെ ജീവിതമാണ് അവിടെ ഈ പുസ്തകത്തിൽ പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് നെതർലൻഡ്സിലെ ന്യൂഗിനിയ എന്ന് പറയുന്ന സാവി വില്ലേജിൽ കാനിബൽസ് ആയിരിക്കുന്ന ഈ ആളുകളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാനായിട്ട് പോയത് എന്ന് അവിടെ പറയുന്നു. ഈ സാവി വില്ലേജിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: they were known for being cannibals and savages, and also for immense treachery and betrayal. ചതിയുടെയും വഞ്ചനയുടെയും നാൾ വഴിയിലൂടെ ജീവിക്കുകയും ചതിയും വഞ്ചനയും ചെയ്യുന്നവർക്ക് അവർ പ്രതിഫലം നൽകുകയും അതൊരു വലിയ സെലിബ്രേഷൻ ആക്കി ഈ വില്ലേജ് ആളുകൾ അങ്ങനെയുള്ളവരെ ആദരിക്കുകയും ചെയ്യുന്നതായ ഒരു സമൂഹമാണ്. കൊല്ലാൻ ഒരു മടിയും ഇല്ലാത്ത ആളുകൾ. 3 ട്രൈബൽ പീപ്പിൾ ആണ് അവിടെ ഉള്ളത്. അവരുടെ ഇടയിൽ ഈ സുവിശേഷ ദൗത്യവുമായി ഇദ്ദേഹം പോവുകയാണ്. ഈ ട്രൈബൽ ആളുകൾ തമ്മിലുള്ള ഈ പക, പിണക്കം, അന്യോന്യമുള്ള കുല വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഡോൺ റിച്ചാർഡ്സൺ അവിടേക്ക് ചെല്ലുന്നത്. ഇപ്രകാരമാണ് ഈ പോരടിക്കുന്ന ഈ ട്രൈബൽസിനെ കുറിച്ച് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്: ഫാറ്റൻ എ പിഗ് വിത്ത് ഫ്രണ്ട്ഷിപ്പ് ഫോർ ദ സ്ലോട്ടർ. അതിന്റെ അർത്ഥം ഇതാണ്: ലാളിച്ച് പുഷ്ടിപ്പെടുത്തി ഒരു നാൾ ആ മനുഷ്യനെ കൊന്ന് തിന്നുക എന്നുള്ളതാണ്. എ പേഴ്സൺ ഇൻ എ ട്രൈബ് വിൽ ബിഫ്രണ്ട് man in another tribe with the purpose of killing and eating at a later date. പിന്നീട് ഒരു അവസരത്തിൽ കൊന്നു ഭക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു ട്രൈബിലെ ഒരാളെ സൗഹൃദം സ്ഥാപിച്ച് കൂടെ ചേർത്ത് അതിനായി വലിയ തന്ത്രങ്ങൾ അവൻ മെനഞ്ഞ്, സാധാരണഗതിയിൽ വിശ്വസിക്കുകയില്ല, എന്നാൽ അവർ വിശ്വസിക്കത്തക്കവണ്ണം തന്ത്രങ്ങൾ മെനഞ്ഞ്, കാപട്യങ്ങൾ മെനഞ്ഞ് അവരെ വശീകരിച്ച് ഒരു നാൾ ആ മനുഷ്യനെ കൊന്നുകളയുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ട്രൈബിന്റെ ഇടയിലേക്ക്, സാവി വില്ലേജിലെ ഈ ട്രൈബൽസിന്റെ ഇടയിലേക്ക് സുവിശേഷ ദൗത്യവുമായി പോകുന്നതായ ഡോൺ റിച്ചാർഡ്സിനെ കുറിച്ചാണ് പീസ് ചൈൽഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
എങ്ങനെയാണ് സുവിശേഷം നരഭോജികളായ ആളുകളുടെ ഇടയിൽ പറയുവാനായിട്ട് സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, അത് വെറും ധൈര്യം കൊണ്ട് മാത്രം സാധിക്കുന്നല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും ആ സുവിശേഷം നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അവരടുക്കിലേക്ക് തന്നെ ജീവൻ പോലും നൽകുവാൻ മടി കാണിക്കാതെ ഇറങ്ങുന്നവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിനെ പങ്കിടുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് സുവിശേഷ ദൗത്യം എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുവാൻ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വാസ്തവമായി ഞാൻ നിങ്ങളും വിശ്വസിക്കും. അതുകൊണ്ട് സുവിശേഷ ദൗത്യത്തിൽ ഒന്നാമതായി എനിക്ക് നിങ്ങൾക്കും വേണ്ടത് ജീസസ് ഈസ് റിസൺ. വി മസ്റ്റ് ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ജീസസ്. ശിഷ്യന്മാർ ഭയന്നും പേടിച്ചും സംശയിച്ചും ഇരിക്കുമ്പോൾ യേശു അവർക്ക് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് പ്രത്യക്ഷനാകുന്നു. രണ്ടാമതായി ഈ സുവിശേഷ ഭാഗത്ത് പറയുന്നത് റെവലേഷൻ എന്നുള്ളതാണ്. സുവിശേഷം പങ്കിടുന്നതിനായി, ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുന്നതിനായി റെവലേഷൻ എന്നുള്ളൊരു വാക്കിലൂടെയാണ്. റെവലേഷൻ മീൻസ് വേദഭാഗത്ത് പറയുകയാണ് ക്രൈസ്റ്റ് ഈസ് ഓൾറെഡി റിവീൽഡ്. ക്രിസ്തു പറയുകയാണ്, മോശയുടെ പ്രവചനത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ ലോ ഓഫ് മോസസ്. പിന്നീട് പറയുന്നു ഇൻ ദ ബുക്ക് ഓഫ് പ്രോഫറ്റ്സ്. പിന്നീട് യേശു പറയുന്നു സങ്കീർത്തനങ്ങളിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജീസസ് ഈസ് ഓൾറെഡി റിവീൽഡ്. വെളിപ്പെടുത്തി കിട്ടിയതായ യേശുവിനെ ഇനി നിങ്ങൾ സംശയിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് പറയാണ് ടു സ്റ്റഡി ദ സ്ക്രിപ്ചർ. വേദപുസ്തകം പഠിക്കാതെ വേദപുസ്തകത്തിലെ ദൈവത്തെ അറിയുവാനായിട്ട് കഴിയുകയില്ല. പിന്നീട് യേശു 3 കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഒന്ന്, സഫറിങ്, കഷ്ടം അനുഭവിച്ച് മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടല്ലോ. പിന്നീട് പറയുന്നു, രണ്ടാമതായി പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാ. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത്. മൂന്നാമതായി പറയുന്നത് ഈ പ്രസംഗിക്കണം, ഭൂലോകത്തോളം നിങ്ങൾ ഇത് അറിയിക്കണം എന്നുള്ളത്. ഇതൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോകുന്നവരോട് പറയുകയാണ് ജീസസ് ഈസ് ഓൾറെഡി റിവീൽഡ്. എനിക്ക് നിങ്ങൾക്കും ഇന്ന് ഈ വേദപുസ്തകം എനിക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ക്രൈസ്റ്റ് ഈസ് റിവീൽഡ് ടു അസ്. ഞാനും നിങ്ങളും വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പട്ടക്കാരായി, അല്ലെങ്കിൽ ബിഷപ്പുമാരായി, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകരായി, അല്ലെങ്കിൽ ആത്മായ നേതാക്കളായി, സ്പിരിച്വൽ ലീഡേഴ്സായി ഞാൻ നിങ്ങളൊക്കെ സുവിശേഷം പറയുകയാണ്. പക്ഷേ വി മസ്റ്റ് സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് തറോലി. വേദപുസ്തകം നന്നായി പഠിക്കാതെ ഈ യേശു ക്രിസ്തുവിനെ ശരിയായി നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുകയില്ല. വേദപുസ്തകം, ദൈവവചനം എന്ന ഭക്ഷണം രുചിക്കാതെ, അത് ഭക്ഷിക്കാതെ എനിക്ക് നിങ്ങൾക്കും ഈ രുചിപ്പെടുത്തുന്ന വേദപുസ്തകത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെ രുചിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട് കഴിയാതെ പോകും. പീസ് ചൈൽഡ് എന്ന ഗ്രന്ഥത്തിൽ ഡോൺ റിച്ചാർഡ്സൺ ഒരു സമയം അവരോട് സുവിശേഷം അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരിടം പറയുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹം ഈ സാവി വില്ലേജിലെ 70% ആളുകളെ ക്രിസ്ത്യാനി അല്ലെങ്കിൽ കർത്താ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാക്കി അദ്ദേഹം രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരു വേള അദ്ദേഹം പരാജയപ്പെട്ടു പോയ ഒരിടമുണ്ട്. കാരണം ഈ ആളുകൾ അന്യോന്യം കൊല്ലുകയും കൊന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നതായ വളരെ ക്രൂരരായ ആളുകളായിരുന്നല്ലോ. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെ പരിചയപ്പെടുത്തും? അദ്ദേഹം പരാജയപ്പെട്ട ഒരു സന്ദർഭം അവരുടെ ഭാഷ പഠിച്ചിട്ട് സുവിശേഷം പറയാൻ തുടങ്ങി. വേദപുസ്തകത്തിൽ ഓരോ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ ഓരോ ട്രൈബ്സിന്റെ അടുക്കൽ പോയിട്ട് പറയുവാനായിട്ട് തുടങ്ങി. അങ്ങനെ വേദപുസ്തക കഥകൾ, സംഭവങ്ങൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭം, when he told about the betrayal of Jesus, യേശു ക്രിസ്തുവിന്റെ ചതിച്ച് അവനെ തള്ളിപ്പറയുന്നതായ ആളുകളെ ഒക്കെ കുറിച്ച് കേട്ടപ്പോൾ, എസ്പെഷ്യലി യൂദ യേശുവിനെ തള്ളിപ്പറയുന്നതായ സംഭവം വിവരിച്ചപ്പോൾ, ജൂഡാസ് became their hero, not Jesus. അന്യോന്യം കൊന്നു തിന്നുകയും കാപട്യത്തിലൂടെയും ചതിയിലൂടെയും അവരുടെ ഇടയിൽ അങ്ങനെയുള്ളവരെ വലിയ ആളുകളായി കാണുകയും ചെയ്തതായ ഒരു സന്ദർഭം, ഈ ഒരു കഥ, ഈ ഒരു സംഭവം യൂദായെ അവരുടെ ഒരു ഹീറോയാക്കി മാറ്റുന്നതായി കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിലെങ്കിലും
വേദപുസ്തകം പഠിപ്പിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഒക്കെ നമ്മളും പരാജയപ്പെട്ടു പോകാറുണ്ട്. ജോൺ റിച്ചാർഡ്സൺ പിന്നീട് ഇവരെ നേടുന്നു എന്ന് വരികിലും പ്രിയമുള്ളവരെ, വേദപുസ്തകം പഠിക്കുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഇന്ന് ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുക, ധ്യാനിക്കുക. പല വിധത്തിൽ വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും ഏതാണ് ശരി എന്നുള്ളത്. എന്നാൽ വേദപുസ്തകം പഠിച്ചതായ ആളുകളുടെ അടുക്കൽ ചെന്ന് സംശയങ്ങൾ നിവാരണം ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് രണ്ടാമതായി, റെവലേഷൻ. ജീസസ് ഈസ് ഓൾറെഡി റിവീൽഡ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഗിവൻ ടു അസ് ടു സ്റ്റഡി, ടു മെഡിറ്റേറ്റ് ഓൺ. വേദപുസ്തകം ധ്യാനിക്കുവാനും പഠിക്കുവാനും നൽകപ്പെട്ടിരിക്കുന്നു. അതിൽ ക്രിസ്തുവുണ്ട്. ഈ ക്രിസ്തുവിനെ പങ്കിടുവാൻ, പകർന്നു കൊടുക്കുവാൻ സുവിശേഷം നമുക്ക് പഠിക്കാം. മൂന്നാമതായി, റീജനറേഷൻ, റിന്യൂവൽ. ഒന്നാമത് റിസറക്ഷൻ. ഈ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. രണ്ടാമതായി ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അവിശ്വസിക്കരുത്. കാരണം ക്രിസ്തു എന്ന എന്നെക്കുറിച്ച് ന്യായപ്രമാണങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവൻ കഷ്ടം അനുഭവിക്കുമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും പിന്നീട് നിങ്ങൾ പ്രസംഗിക്കണമെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. അത് റിവീൽഡ് ആയതായ ഒരു ദൈവവചനമാണ്, ഒരു സത്യമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന ഈ സുവിശേഷത്തിൽ വിശ്വസിക്കണം. മൂന്നാമതായി, റീജനറേഷൻ. സുവിശേഷ ദൗത്യമായി പോകുന്ന ഏതൊരാളും പുതുക്കം പ്രാപിച്ച ഒരാളായിരിക്കണം. ഇത് കാപട്യത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് സ്നേഹത്തിന്റെ ശുശ്രൂഷയാണ്. ആന്തരികമായ സൗഖ്യവും പുതുക്കവും ഉള്ളവർക്ക് മാത്രമേ ഈ ശുശ്രൂഷ ഫലകരമായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് റീജനറേഷൻ, അതർവൈസ് റിന്യൂവൽ. എനിക്ക് നിങ്ങൾക്ക് പുതുക്കം ഉണ്ടാകണം. ഈ വേദഭാഗത്ത് ശിഷ്യന്മാരോട് യേശു കർത്താവ് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അബൈഡ് ഇൻ ജെറുസലേം. യു ബി ഇൻ ജെറുസലേം. ഒന്നാമത്, നീ ജെറുസലേമിൽ തന്നെ കുറെ നാളുകൂടെ പാർക്കണം. രണ്ടാമതായി അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ഒരുക്കത്തോടുകൂടെ ഇരിക്കണം. ഹോളി സ്പിരിറ്റ്, വെയിറ്റ് ഫോർ ദ ഹോളി സ്പിരിറ്റ്, പ്രിപ്പയർ യുവർസെൽസ് ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. മൂന്നാമതായി പറയുന്നു, നിങ്ങൾ ഒരുമനപ്പെട്ട് ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രയർ ആൻഡ് ഫെലോഷിപ്പ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, പുതുക്കം പ്രാപിക്കാത്ത കാപട്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതായ ആളുകളെയൊക്കെ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാം. നമുക്കറിയാം, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാനായിട്ട് കഴിയും എന്ന് പറയുന്നത് പോലെ ഈ നാളുകളിലൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയതായ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം അദ്ദേഹം തുടങ്ങുകയാണ്. അതിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ശിഷ്യന്മാർ ഒരു മനസ്സോടുകൂടെ ഒരുമനപ്പെട്ട് മാളിക മുറിയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്നും, പിന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിയന്ത്രണത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഈ ശിഷ്യന്മാർ പോയ ഇടങ്ങളിലെല്ലാം അത്ഭുതകരമായ സുവിശേഷ വേല നിർവഹിക്കപ്പെടുന്നതായി കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമല്ല സുവിശേഷ വേല ചെയ്യുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്നെ നിങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളെ കുറിച്ച് പറയുന്നത്. മറ്റൊരു തലക്കെട്ടാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അതർവൈസ് കോൾഡ് ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചതായ ഈ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് ദാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ പലയിടങ്ങളിലേക്ക് അവർ പോകാൻ തുടങ്ങി. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ നിയോഗമുണ്ട്, നിങ്ങൾ യെരുശലേമിലും യൂദയയിലും അതുപോലെ ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീൻ എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ദുഃഖം പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭവനമാണ് ജെറുസലേം. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മുട്ടുകുത്തുന്ന ഇടമാണ് നിങ്ങളുടെ ജെറുസലേം. അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി, അന്യോന്യമുള്ള സാഹോദര്യ ബന്ധങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങളുടെ ബന്ധങ്ങൾക്ക് വേണ്ടി, സുവിശേഷ വേലയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ ഫലകരമായി പങ്കിടുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നൊരു പക്ഷേ വി ബറി അവർ ഫെയ്ത്ത് ആൻഡ് വി ലീവ് ഇൻ ഡൗട്ട്സ്. ഇന്ന് പലപ്പോഴും അത് സംശയമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ കരുതും ചിലപ്പോൾ ദൈവം എവിടെയാണ്? ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടി ലഭിക്കാത്തത് എന്ന് ചിന്തിക്കുന്നതായ കാര്യം ആളുകളുണ്ട്. എന്നാൽ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തുന്നു വരികിൽ
അവൻ വാഗ്ദത്തം ചെയ്യുവാൻ മതിയായതായ ദൈവമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പുതുക്കം പ്രാപിച്ച്, ദൈവവചനത്താൽ പുതുക്കം പ്രാപിച്ച്, ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷികളായി പുതുക്കം പ്രാപിച്ചതായ ഈ ശിഷ്യന്മാർ പലയിടങ്ങളിലേക്കും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് ഇറങ്ങി. അവർ പറയുന്ന പ്രസംഗം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു, പുത്രനായിരിക്കുന്ന ക്രിസ്തു, ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു അവൻ ലോകത്തിലേക്ക് കടന്നു വന്നു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവനെ ഞങ്ങൾ കണ്ടു, അവൻ ഞങ്ങളോട് പറഞ്ഞു ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ആ ദൈവസ്നേഹത്തെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഫലകരമായ സുവിശേഷം. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ അർത്ഥം. പുത്രനായ ക്രിസ്തുവിനെ കാണുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. പീസ് ചൈൽഡ് എന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്റെ ജീവിതാനുഭവം പറയുന്നുണ്ട്. ഇത് ജീവിതാനുഭവം പറയുന്നത് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ, അന്യോന്യമുള്ള കുലയും ഒക്കെ വർദ്ധിച്ച് ഗോത്രം നശിക്കുന്നതായ സാഹചര്യം ഉണ്ടായപ്പോൾ അവരുടെ ഇടയിൽ ഒരു സമാധാന സന്ധി ഉണ്ടായി. അതിന് പറയുന്ന പേരാണ് പീസ് മേക്കിംഗ് സെറിമണി. ഈ പീസ് മേക്കിംഗ് സെറിമണിയെ കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതെന്താണ് ചെയ്യേണ്ടത്? ഒരു ട്രൈബിൽ നിന്നുള്ള ഒരാൾ ശത്രുവായിരിക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് ചെന്നിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ട്രൈബിലുള്ള ഒരാൾ എതിർവശത്തേക്ക് ചെന്നിട്ട് ആ ശത്രുവിനോട് നിരപ്പാകുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ അദ്ദേഹത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കും. പിന്നീട് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ വളർത്തേണ്ടത്. ഈ ഒരു അനലോജി ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ഡോൺ റിച്ചാർഡ്സൺ ഈ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് പിന്നീട് കാണാനായിട്ട് കഴിയുന്നത്. God had surrendered his own son, the perfect peace child. ദൈവമായ കർത്താവ് തൻ്റെ പുത്രനെ, പെർഫെക്റ്റ് പീസ് ചൈൽഡ്, ഉത്തമനായ സമാധാന പുത്രൻ, ഈ യേശു ക്രിസ്തുവിനെ ലോകത്ത് നൽകിക്കൊണ്ടാണ് ഈ സമാധാനം ഉളവാക്കിയത്. 70% സാവി വില്ലേജിലെ ആളുകൾ ഈ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് ആ പുസ്തകം പറയുന്നത്. അപ്പോൾ അത് ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലമാണ്. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വി മസ്റ്റ് ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ, ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇത് വിശ്വസിക്കാതെ സുവിശേഷം ഫലകരമായി പറയുവാനും സുവിശേഷത്തിൽ ജീവിക്കാനും നമുക്ക് കഴിയുകയില്ല. ശിഷ്യന്മാരുടെ മുമ്പാകെ യേശു ആവർത്തിച്ച് വീണ്ടും വീണ്ടും പ്രത്യക്ഷനായി താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുകയാണ്. രണ്ടാമതായി റിവലേഷൻ. ജീസസ് ഈസ് ഓൾറെഡി റിവീൽഡ്. യേശു ഇതിനോടകം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ, തോറായിൽ, പ്രവചന ഗ്രന്ഥങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ വായിച്ച് തിരിച്ചറിയണം. അവരുടെ കണ്ണു തുറന്നു എന്ന് വേദഭാഗങ്ങളിലൊക്കെ പറയുന്നിടത്ത് അവർ യേശുവിനെ കുറേയും കൂടെ അടുത്ത് തിരിച്ചറിയുവാൻ തുടങ്ങിയാണ്. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും നൽകപ്പെട്ടിരിക്കുന്ന ഈ വേദപുസ്തകം ഇത് തുറക്കണം. മാർത്തോമാ സഭയുടെ നവീകരണത്തിന്റെ പ്രധാനപ്പെട്ടതായ സവിശേഷമായ ഒരു വിഷയം എന്നത് ദി ഓപ്പൺ ബൈബിൾ എന്നുള്ളതാണ്. ദി ഓപ്പൺ ബൈബിൾ, തുറന്ന വേദപുസ്തകം എന്നുള്ളതായിരുന്നു. വേദപുസ്തകം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും തുടങ്ങിയപ്പോൾ ഈ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും അപ്രകാരം അവർക്ക് ജീവിപ്പാനായിട്ടും സാധിച്ചു. അപ്രകാരമാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് മാതാപിതാക്കളെ, എൻ്റെ നിങ്ങളുടെ മാതാപിതാക്കളെ ജീവിക്കുന്ന സുവിശേഷകരായി സ്വീകരിപ്പാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസം നിലനിൽക്കുന്നതിന്റെ കാരണം ഈ പള്ളിയും ഈ പട്ടക്കാരും നമ്മുടെ മാതാപിതാക്കളും. ഒടുവിൽ മൂന്നാമതായി റീജനറേഷൻ, നവോത്ഥാനം, പുതുക്കം, റിന്യൂവൽ. ഇത് പരിശുദ്ധാത്മാവിലൂടെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ വലിയ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രിയമുള്ളവർ, അതിന് ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളെ, കുടുംബങ്ങളെ, നിങ്ങളുടെ അകലെയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് തന്റെ ശക്തിയാൽ അനുഗ്രഹിക്കുകയും രോഗത്തിനിടയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സുവിശേഷം
ഈ നാളുകളിൽ പങ്കിടുവാൻ ഞങ്ങളെ നീ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ദൈവവചനം പഠിക്കുകയും ക്രിസ്തുവിനെ കണ്ടെത്തുകയും ഈ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകളിൽ ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നതിനായി സ്തോത്രം. മാതാപിതാക്കളായി കുഞ്ഞുങ്ങളോടും ദൈവജനങ്ങളായി ഞങ്ങൾ മറ്റുള്ളവരോടും ഈ സുവിശേഷം ഈ നാളുകളിൽ അറിയിക്കുന്നത് ഫലകരമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷം അറിയിക്കുന്ന ഏതൊരാളും പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ, സുവിശേഷം അറിയിക്കുന്ന ഏതൊരാളും പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചവരായി തീരുവാൻ, അപ്രകാരം ഈ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സഹായിക്കണമേ. അതിനായി ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീണ്ടും വിധേയപ്പെടുത്തുന്നു, സമർപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടെ ഇരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്നുള്ള ആരാധനയ്ക്കായി ഒരുങ്ങാം. 57-ാമത്തെ പേജ്, പേജ് നമ്പർ 57, പേജ് 57. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന് മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഡോക്സോളജി, 8-ാമത്തെ ഡോക്സോളജി, പേജ് 290-ാമത്തെ പേജ്, പേജ് 290. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ആരാധനയിൽ ഞാൻ അറിയിച്ചതുപോലെ നമ്മുടെ വിവിധ മിഷൻ ഫീൽഡുകളിൽ, നമ്മുടെ ഔട്ട്റീച്ച് സെന്റേഴ്സിൽ ഫുഡ് കിറ്റ് എത്തിക്കുവാനായിട്ട് സാധിച്ചു. അതിനുവേണ്ടി സഹകരിച്ച, പ്രത്യേകിച്ച് ഇതിനാവശ്യമായ ഐറ്റംസ് ഒക്കെ സ്പോൺസർ ചെയ്തതായ ആളുകളുണ്ട്, സാമ്പത്തികമായി സഹായം ചെയ്തതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ നാളുകളിൽ പ്രകാരമുള്ള ഒരു ശുശ്രൂഷ അനിവാര്യമായി തോന്നി എന്നതിനാൽ അത്രേ ഇത് ചെയ്യുവാനായിട്ട് ഇടയായത്. അത് ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു എന്നുള്ളത് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നുള്ളതും ഈ സമയത്തെ അറിയിക്കട്ടെ. ദൈവം നമ്മുടെ കൂട്ടായ്മയെ തുടർന്നും വാഴ്ത്തട്ടെ. ഇന്ന് ശുശ്രൂഷയിൽ സഹായിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ആരാധനയിൽ പങ്കുചേരുകയും ദൈവവചനം ശ്രവിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും തുടർന്ന് വരുന്നവരെ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ
നമ്മളായിരിക്കുന്ന ഈ രാജ്യത്തെയും കാക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.